ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സ്പ്രിംഗ് സീസൺ അഥവാ വസന്തകാലം. അതിനോടനുബന്ധിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ജർമ്മൻ വാക്കുകളാണ്. സ്പ്രിംഗ് സീസണ് ജർമ്മനിൽ പറയുന്നത് ഫ്രൂലിംഗ് അല്ലെങ്കിൽ ഫ്രൂയാർ. സീസൺ എന്ന് പറയുന്നത് യാരസ്സൈറ്റ്. സാധാരണയായി ഉത്തരാർദ്ധഗോളത്തിൽ മാർച്ച് ആദ്യം മുതൽ മെയ് അവസാനം വരെയാണ് സ്പ്രിംഗ് സീസൺ കാണുന്നത്. വസന്തകാലത്തെ പുഷ്പിക്കുന്ന പഴവർഗ്ഗങ്ങളാണ് ആപ്പിൾ, പ്ലം, ചെറി. എല്ലാവർക്കും പ്രിയപ്പെട്ട ചെറി പൂക്കളെ പറയുന്നത് കിർഷ് ബ്ലൂറ്റ്. ആപ്പിൾ മരങ്ങളുടെ പൂക്കൾ അപ്ഫൽ ബ്ലൂറ്റ്. പ്ലമ്മിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് ഫ്ലൗമൻ ബ്ലൂറ്റ്. പഴവർഗ്ഗങ്ങളുടെ മരങ്ങളെ പറയുന്നത് ഒബ്സ്റ്റ് ബോയ്മ്. വസന്തകാലത്തെ ഏറ്റവും അധ്വാനികളായ അതിഥികളാണ് തേനീച്ചയും ചിത്രശലഭങ്ങളും തുമ്പികളും. തേനീച്ചയ്ക്ക് ബീനെ എന്നും ചിത്രശലഭത്തിന് ഷ്മെറ്റർലിംഗ് എന്നും തുമ്പികൾക്ക് ലിബെല്ലൻ എന്നുമാണ് പറയുന്നത്. ശൈത്യകാലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദൂരദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ആഫ്രിക്കയിലേക്കും തെക്കൻ യൂറോപ്പിലുള്ള രാജ്യങ്ങളിലേക്കും പറന്നു കൂട്ടമായി പോകുന്ന പക്ഷികൾ തിരിച്ചു വരുന്ന സമയം കൂടിയാണ് വസന്തകാലം. ഇത്തരം ദേശാടന പക്ഷികളെ പറയുന്നത് സൂക്ക് ഫ്യൂഗൽ. തങ്ങളുടെ സാന്നിധ്യവും സന്തോഷവും അറിയിച്ചുകൊണ്ട് രാവിലെയും വൈകിട്ടും വിവിധ തരം പക്ഷികൾ ഗാനാലാപനത്തിൽ ഏർപ്പെടുന്നു. ഇത്തരം മനോഹരമായ ശബ്ദങ്ങൾക്ക് പറയുന്നതാണ് ഫോഗൽ ചുച്ചാൻ. അതുപോലെ കൂടുണ്ടാക്കുകയും മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുകയും ചെയ്യുന്ന പ്രക്രിയ കൂടി വസന്തകാലത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ ഇത്തരം പക്ഷികളുടെ സംരക്ഷണത്തിനായി മരങ്ങളും ചെടികളും വെട്ടാൻ പാടില്ലെന്നുള്ള നിയമവും നിലവിലുണ്ട്. ഈ സമയത്തിന് പറയുന്നത് ഫോഗൽ ഷുട്സ് സൈറ്റ്. കൂടുണ്ടാക്കുന്നതിന് പറയുന്നത് നെസ്റ്റ് ബൗ. കുഞ്ഞുങ്ങളെ അടയിരിക്കുന്നതിന് പറയുന്നത് ബ്രൂട്ടൻ അല്ലെങ്കിൽ നിസ്റ്റൻ. ശൈത്യകാല നിദ്രയ്ക്ക് പറയുന്നതാണ് വിൻ്റർ ഷ്ലാഫ് അല്ലെങ്കിൽ വിൻ്റർ റൂവ്. വസന്തകാലത്തെ രണ്ട് അതിഥികളാണ് അണ്ണാനും മുയലുകളും. അണ്ണാന് പറയുന്നത് ഐഷോൻഷ്യൻ. ശൈത്യകാല ഉറക്കം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന അണ്ണാൻ രാവിലെയും വൈകുന്നേരവും അവരുടെ പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് പുറത്തു വരുന്നു. ഭക്ഷണത്തിനായി പലപ്പോഴും പുറത്ത് ആക്റ്റീവായി കാണാം. അതുപോലെ മുയലുകൾ രണ്ട് തരത്തിലുണ്ട്. വളരെ വലിപ്പത്തിലുള്ള നീണ്ട ചെവിയുള്ള മുയലുകളെ ഹാസെ എന്ന് പറയുന്നു. എന്നാൽ ചെറുതും വളരെ വേഗതയിൽ സഞ്ചരിക്കുന്ന കൂട്ടമായി കാണുന്ന കനീൻഷ്യൻ ആണ് ചെറിയ മുയലുകൾ. വർണ്ണപ്പകിട്ടുള്ള മറിയൻ ഖേഫർ എന്ന് വിളിക്കുന്ന വണ്ടുകളാണ് ഈ സീസണിലെ മറ്റൊരു മനോഹരമായ കാഴ്ച. ഭാഗ്യത്തിൻ്റെ പ്രതീകമായി അറിയപ്പെടുന്ന ഈ വണ്ടുകൾ കീടങ്ങളെ ഭക്ഷിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ കർഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരാണ്. ശൈത്യകാല ഉറക്കത്തിന് ശേഷം അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് തവളകൾ പുറപ്പെട്ട് മുട്ടയിടുന്നതിനായി അവരുടെ ജന്മസ്ഥലമായ അടുത്തുള്ള കുളങ്ങളിലേക്കോ വെള്ളം നിറഞ്ഞ കുഴികളിലേക്കോ സഞ്ചരിക്കുന്നു. ഇത്തരം യാത്രയ്ക്കാണ് ക്രോറ്റൻ വാൻഡറും എന്ന് പറയുന്നത്. ഇത് സാധാരണയായി രാത്രികളിലോ വൈകുന്നേരങ്ങളിലോ ആണ് സംഭവിക്കുന്നത്. ഇത് റോഡ് കുറുകെ കിടക്കുമ്പോഴോ വഴിയിലുള്ള യാത്രയിലൂടെയോ ഇവരുടെ ജീവൻ അപകടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷകർ ഇവരെ സുരക്ഷിതരായി കുളങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി വഴിയരികിൽ പ്ലാസ്റ്റിക് ഷീറ്റ് പോലുള്ള സംവിധാനം ഒരുക്കുന്നു. ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റുകൾക്ക് ക്രോറ്റൻ സൗൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ സുരക്ഷിതരായി എത്തുന്ന തവളകൾ
മുട്ടയിട്ട് വാൽമാക്രിയും തവളകളുമായി രൂപാന്തരപ്പെട്ട് പിന്നീട് അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് തിരികെ വരുന്നു. തവളയുടെ മുട്ടയ്ക്ക് ഫ്രോഷ് ലൈഷ് എന്നാണ് പറയുന്നത്. അതുപോലെ വാൽമാക്രിക്ക് കൗൾ ക്വാപ്പൻ എന്ന് പറയുന്നു. സൂര്യപ്രകാശവും താപനിലയും പ്രകൃതിയിൽ ഉയർന്നു വരുമ്പോൾ മനുഷ്യരിൽ കാണുന്ന വ്യത്യാസം എന്തെന്ന് നോക്കാം. ഒരു നീണ്ട ഉറക്കത്തിന് ശേഷം എഴുന്നേറ്റ് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ക്ഷീണവും തളർച്ചയും പോലെ തന്നെ മനുഷ്യരിൽ സ്പ്രിംഗ് സീസൺ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണത്തിനും തളർച്ചയ്ക്കും പറയുന്നതാണ് ഫ്രൂയാർ മ്യൂഡിഷ്കൈറ്റ്. നീണ്ട ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ രാവിലെ നമ്മൾ വീട് ക്ലീൻ ചെയ്യുന്നത് പോലെ നീണ്ട തണുപ്പ് കാലത്തിന് ശേഷം വീടും പരിസരവും വൃത്തിയാക്കുന്നതിന് പറയുന്നതാണ് ഫ്രൂയാർ പുട്സ്. താങ്ക് യു.